അമ്മ സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ രൂക്ഷമാകവെ പ്രതികരണവുമായി നടി മല്ലിക സുകുമാരൻ രംഗത്തെത്തി. അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ ഉന്നയിച്ച പരാതിയിൽ മല്ലിക സുകുമാരൻ സംശയം പ്രകടിപ്പിച്ചു. അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചെന്ന് പറയുന്നു. പിന്നീട് അതേ അൻസിബ പറയുന്നു, എന്നോട് നേരിട്ട് നീന കുറുപ്പ് ചേച്ചി പറഞ്ഞതാണെന്ന്, അതാണ് കേട്ടതെന്ന്. അൻസിബ എന്ന കുട്ടിയെ മെയ് 5-ാം തീയതി വരെ വളരെ അടുത്തറിയാം. ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയാണോ വലിയ കാര്യം? മിടുക്കിയല്ലേ, സ്മാർട്ടായി നിൽക്കണം എന്നൊക്കെ മകളെപ്പോലെ ഞാൻ പറഞ്ഞതാണ്. മൈക്കിന് മുന്നിൽ നിന്ന് പിന്നീട് അൻസിബ സംസാരിക്കുന്നുണ്ട്. ഞാൻ കേട്ടറിഞ്ഞ അൻസിബ ആയിരുന്നില്ല അത്. സംസാര രീതി മാറി, ഒരു റിബൽ ടൈപ്പായി അൻസിബ. ശരിയാ. ശരിക്കും നല്ലൊരു ക്യാരക്ടറാണ്. ഇതിലും ഞാൻ കേട്ടത് അങ്ങനെയാണ്. ഇന്ദ്രൻ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്നാണ് കേട്ടത്. അതിപ്പോഴും ആളുകള് വോയിസ് ഓവർ എപ്പോഴും എടുക്കാറുണ്ട്. അന്ന് ഇന്ദ്രിത്തേട്ടൻ ചെയ്തതിന്റെ ആ സെയിം സംഭവം. ഓക്കെ, നെക്സ്റ്റ് വിവേക് ചെയ്ത ബോബിയുടെ ക്യാരക്ടർ വില്ലൻ. അന്ന് പക്ഷേ സ്റ്റൈലിഷ് ഉമ്മൊക്കെ ഉണ്ടെങ്കിലും ആ വേഷം പറ്റത്തില്ല. അല്ല, എനിക്ക് തോന്നുന്നു അന്ന് ആരായിരുന്നു ഒരു പ്രധാന, അല്ല അത്ര പഴയതാവണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞാനും ജയന്റെ ആയിരുന്നു ഉദ്ദേശിച്ചത്. കുറച്ച് ഒരു വില്ലനിസം, പിന്നെ ആ ഒരു സ്വാഗ് ലുക്ക് ഒക്കെ. ഇനി ടൊവിനോ ചെയ്ത് ജതിൻ രാംദാസ്. ടൊവിനോയുടെ വേഷം കുറെ കൂടെ ഒരു സൗമ്യനായ ആരെങ്കിലും അല്ലേ? അന്നത്തെ കാലത്ത് ഒരു സൗമ്യതയാ. നമ്മൾ ആദ്യം വില്ലനാന്ന് വിചാരിക്കും ആള്, പക്ഷെ അല്ല ആള്. അതൊരു പ്രത്യേക ഒരു ക്യാരക്ടറാണ് ടൊവിനോന്റെ ക്യാരക്ടർ. ഒരു മെയിൻ റോളില് പണ്ടത്തെ പണ്ടൊന്നും പോവണ്ട, മല്ലികാമ്മയ്ക്ക് തോന്നുന്ന ഒരു. നസീർ സാറിനെ ഒരിക്കലും പറയാനൊക്കത്തില്ല വില്ലനായിട്ട് പിന്നെ മാറുന്നൊന്നും. ഇല്ല, അങ്ങനെയല്ല. ടൊവിനോ ശരിക്കുള്ളതാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ വിചാരിക്കും എന്നാ പറഞ്ഞത്, അത്രേ ഉള്ളൂ. പക്ഷെ ടൊവിനോന്റെ ആ ഒരു ഹീറോയിസം ഒക്കെ സെറ്റ് ആക്കുന്ന ഒരാള്. ടൊവിനോ എന്ന് പറയുമ്പോ നായികയുടെ ബ്രദറും കൂടാ. അതെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് നസീർ സാറോ. നസീർ സാറ് നല്ലതല്ലേ? സാർ ഒരു കണ്ടാ സൗമ്യനാണെന്ന് തോന്നുമല്ലോ. അതെ, അടിപൊളിയാണ്. ടൊവിനോ സെറ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഇനി മഞ്ജു വാര്യർ ചെയ്ത പ്രിയദർശിനി രാംദാസ്, ഒരു ലേഡി. അന്തക്കാലം. മല്ലികാമ്മയുടെ പേരും വേണേ പറഞ്ഞു, നമ്മളൊന്നും നായികമാരെ നോക്കാം. ഈ പറഞ്ഞ എല്ലാ ദുഃഖങ്ങളും കടിച്ചൊതുക്കി. എനിക്കൊന്ന് ഭാരതിയായിരിക്കും നല്ലത്, ജയഭാരതി. കാരണം ഭാരതിക്ക് എല്ലാം ഒരു ബാലൻസ് ചെയ്യുന്ന ഒരാളാണ് ഭാരതി. ദുഃഖവും സന്തോഷവും ഡാൻസും എല്ലാം ഒരുപോലെ കൊണ്ടുപോകും. ഓക്കെ. ഇനി സച്ചിൻ കെദേക്കർ ചെയ്ത PK രാംദാസ്. സീനിയർ കുറച്ച് പ്രായം. ജോസ് പ്രകാശ്. മല്ലികാമ്മ ഓൾറെഡി അറിഞ്ഞായിരുന്നു സെഗ്മെന്റ് ഉണ്ടെന്ന്. അതല്ല, ഞാൻ എല്ലാവരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സത്യൻ മാഷ് ഒഴിച്ചു. പക്ഷേ സത്യൻ മാഷ് എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയിരുന്നു. അന്ന് അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. അന്ന് വിമൻസ് കോളേജിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കും. എൻ്റെ ചേച്ചിയെ ചേർക്കാനായിട്ട് വിമൻസ് കോളേജ് ചെല്ലുമ്പോൾ സത്യൻ മാഷ് ഇതുപോലെ മോനെ ചേർക്കാൻ അവിടെ ഉണ്ട്. അന്ന് തൊട്ട് ഇവർ വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ അച്ഛന് എപ്പോഴെങ്കിലും ഒരു സിനിമാക്കാരൻ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുന്നത് രണ്ടുപേരുടെയാണ്, 3 സത്യമാഷ്, തിക്കുറി ശിവാമൻ, അടൂർ ഭാസി, 3 പേരും അച്ഛൻ്റെ വലിയ അടുപ്പക്കാരാണ്. അപ്പൊ അങ്ങനെ അല്ലേ. ഓക്കെ, ഇനി സായ് കുമാർ ചെയ്ത മഹേഷ് വർമ്മ. അത് അന്തക്കാലത്തെ അഭിനേതാവ് എന്ന് പറയുമ്പം മഹേഷ് വർമ്മ എന്ന് പറയുമ്പോഴും ഇതുപോലെ അത്യാവശ്യം മെയിൻ ആയിട്ട് നിൽക്കുന്ന തന്നെ ആ ഒരു മൂവിക്ക് വേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. അന്നൊക്കെ രാജൻ പി ദേവിന്റെ പേര് പറയാമോ? പിന്നെ ഇനി ലാസ്റ്റ് ജോൺ വിജയ് ചെയ്ത പോലീസ് ഓഫീസർ മയിൽ വാഹനം. മയിൽ വാഹനോ? അതാരാ ചെയ്ത്? അത് മയിൽ വാഹനം എന്ന് വെച്ചാ തമിഴ് ഒരു തമിഴ് ചവിട്ടുന്നത്. അത് മലയാളം ഇൻഡസ്ട്രി തന്നെ വേണമെന്നില്ല, പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യം മെയിൻ ആയിട്ട് അല്ല ഉണ്ട്, മലയാളത്തിൽ തന്നെ ഉണ്ടല്ലോ ചവിട്ട് കൊള്ളാനായിട്ട് പറ്റിയ ആൾക്കാർ. ഇഷ്ടംപോലെ ഒരു വില്ലൻ രീതിയിൽ പോലീസിനെ കൈകാര്യം ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. ആരായിരിക്കും നല്ലത്? അത് കുഴപ്പമില്ല, ആരുടെങ്കിലും പേര് പറഞ്ഞാൽ മതി. ഉമ്മർ സാർ മതി. KP ഉമ്മർ. അടിപൊളിയായിരിക്കും.
ഓക്കെ, അപ്പൊ നമ്മളുടെ സെഗ്മെന്റും കഴിഞ്ഞു. നമ്മളിപ്പോ 1965-75 ആ കാലഘട്ടത്തില് ലൂസിഫറിലും ഫിലിം വരെ നമ്മൾ ഉണ്ടാക്കി. അയ്യോ ദൈവമേ. അയ്യോ ഓക്കെ. അപ്പൊ മല്ലികാമ്മ നമ്മള് March 27th ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എനിക്കും വെപ്രാളം കയറുന്നത്. എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് മാത്രല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ലീവ് എടുത്തിട്ടാണെന്ന്. അല്ല സത്യം, ഒരുപാട് പേര് ലീവ് എടുത്തതാണ്. ഇപ്പം ബാംഗ്ലൂരിൽ കണ്ടില്ലേ, ഒരു കോളേജിനെ ലീവ് കൊടുത്തേക്കാണ്. മലയാളത്തിൽ ആദ്യമായിട്ടും തോന്നി ഇത്രയും ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഗൾഫിൽ ഒരു കമ്പനി കൊടുത്തിട്ടുണ്ട്, നേരത്തെ പോകാം. ടിനി അങ്ങനെ ചെയ്തല്ലോ, എന്തൊരു വൃത്തികേടാ എന്ന് എനിക്ക് തോന്നി. പിന്നീടാണ് നേരിട്ടല്ല കേട്ടത്, നീനാക്കുറിപ്പ് പറഞ്ഞതാണെന്ന്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ അൻസിബ ഒരു വാചകം പറഞ്ഞു. കുടപ്പനക്കുന്ന് രാജീവ് മകനും ഈ കഥ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ അടക്കില്ലായിരുന്നോ എന്ന്. അവിടെയാണ് അൻസിബയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പോയത്. കുടപ്പനക്കുന്ന് രാജീവിൻ്റെ മെസ്സേജ് അൻസിബയ്ക്ക് എവിടെ നിന്ന് കിട്ടി? സ്പോൺസറിങ്ങുമായി ബന്ധപ്പെട്ട് അൻസിബ പറഞ്ഞത് മതപരമായി ബന്ധപ്പെട്ട ഒരുത്തൻ്റെയും ഡിസ്പ്ലേ അവിടെ വരാൻ പാടില്ല എന്നാണ്. അത് പറയാൻ എന്ത് വികാരമാണ് അൻസിബയ്ക്ക് തോന്നിയത്? അൻസിബയ്ക്ക് ഹിന്ദുക്കളോട് വിരോധമില്ലല്ലോ. അതേ അമ്പലത്തിൽ അൻസിബ പോയിട്ടുണ്ട്. പരിപാടിക്കാണോ എന്നറിയില്ല. ടിനി ജിഹാദി എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ആരും കേട്ടില്ല. ഓരോ ദിവസം കഴിയും തോറും ഞാൻ മനസ്സിലാക്കിയത് ഇതൊന്നും അൻസിബയോട് നേരിട്ട് ചെയ്ത കാര്യങ്ങളല്ല എന്നാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു. അൻസിബയുടെ ദൃശ്യം സിനിമ ഹിന്ദുക്കൾ ആരും കണ്ടിട്ടില്ലേ? വേണ്ടാത്തത് പറഞ്ഞ് ഇല്ലാത്തത് കുത്തിത്തിരികെ കൊടുക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ എന്നും മല്ലിക സുകുമാരൻ തുറന്നടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അൻസിബ ഹസൻ നൽകിയ പരാതിയിൽ ടിനി ടോമിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. അൻസിബയ്ക്ക് അമ്മ സംഘടന കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സംഘടനയ്ക്കെതിരെ നിരന്തരം പ്രസ്താവനകൾ നടത്തി അമ്മയെ തകർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലാണ് നോട്ടീസ്. ഇതിന് അൻസിബ മറുപടി നൽകി. കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തത വരുത്തണമെന്നും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ എന്ത് ചെയ്തുവെന്നും അൻസിബ ഹസൻ ചോദിച്ചു. ടിനി ടോമിനെതിരായ ആരോപണത്തിൽ അമ്മ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് താൻ പരാതി നൽകാൻ നിർബന്ധിതയായതെന്നും അൻസിബ ഹസൻ വ്യക്തമാക്കുന്നുണ്ട്. അൻസിബയുടെ ആരോപണങ്ങൾ ടിനി ടോം നിഷേധിക്കുന്നു. താൻ അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചിട്ടില്ലെന്നും അപവാദം പ്രചരിപ്പിച്ചിട്ടില്ല എന്നും ടിനി ടോം പറയുന്നുണ്ട്.